സൂപ്പർ 8 ഇന്ത്യയുടെ അവസാന മത്സരം അത് ഇന്നാണ്. ഇന്ത്യയും ഓസീസുമാണ് നേർക്കുനേർ വരുന്നത്. ഈ മാച്ച് നിർണായകമാണ്. ഓസീസ് തോറ്റാൽ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണ്. അതുപോലെ ഇന്ത്യ തോറ്റാലും ഇന്ത്യക്കും പണിയാണ്. ചിലപ്പോൾ ഇന്ത്യയും പുറത്താകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ജീവന്മാരുടെ പോരാട്ടമായിരിക്കും ഇന്നത്തെ മാച്ച്. മത്സരം ആവേശകരമാകുമെന്നത് ഉറപ്പാണ്. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓസീസിന് ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇന്ന് വിജയിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ പുറത്താണ്. അതുകൊണ്ട് അവർ എന്ത് കളി വേണമെങ്കിലും ഇന്ന് കളിക്കും. ഇന്ത്യക്കും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഇപ്പോഴും സേഫ് അല്ല. കഴിഞ്ഞ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. ഒരുപക്ഷെ സഞ്ജുവിനെ അവസരം കൊടുത്തേക്കും. ഋഷഭ് പന്തിന് പരിക്കുണ്ട്. അതുകൊണ്ട് പന്തിന് റെസ്റ്റ് കൊടുക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലും പന്തിന് പരിക്കുണ്ടായിരുന്നു. എങ്കിലും രോഹിത് ശർമ്മ ഋഷഭ് പന്തിനെ കളിപ്പിച്ചു. ഇന്നൊരു പക്ഷേ പന്തിന് റെസ്റ്റ് കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഈ വേൾഡ് കപ്പിൽ ഒരവസരം കൊടുത്തിട്ടില്ല. ഇന്നത്തെ മാച്ചിലെങ്കിലും സഞ്ജുവിനെ ഇറക്കിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, സൂര്യകുമാർ, ശിവൻ ദുബെ, പാണ്ഡ്യ, ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ്, ഹർഷദീപ് സിംഗ്, ബുംറ. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും കടുത്ത മത്സരം അത് ഇന്നായിരിക്കും. കാരണം ഓസ്ട്രേലിയ മികച്ചവരാണ്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അഫ്ഗാനുമായിട്ട് ഓസീസ് തോറ്റിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യക്കൊരു ആത്മവിശ്വാസമാണ്. ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ തോറ്റിട്ടില്ല. പാകിസ്ഥാനെ വരെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ വിജയ സാധ്യത കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.